നമ്മുടെ വിജയ് മുഖ്യമന്ത്രിയായതിനു ശേഷം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് വളരെ നിർണായകമായ വാർത്തകളാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയിയുടെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് വമ്പൻ നടപടികൾക്ക് തുടക്കമായിരിക്കുകയാണ്. സർക്കാർ ഓഫീസുകളിലെ അഴിമതിയും കൈക്കൂലിയും തടയാനായി ഒരു പുതിയ വാട്സാപ്പ് ഹെൽപ്പ് ലൈൻ നമ്പർ സർക്കാർ പുറത്തുവിട്ടിരുന്നു. ഈ നമ്പർ വന്ന് വെറും മണിക്കൂറുകൾക്കകം ചെന്നൈ കോർപ്പറേഷനിലെ 6 പ്രമുഖ ഉദ്യോഗസ്ഥരെയാണ് അടിയന്തരമായി സസ്പെൻഡ് ചെയ്തത്. ഒരൊറ്റ വാട്സപ്പ് മെസ്സേജിൽ കുടുങ്ങിയത് വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്ന വമ്പന്മാരാണ്. ആദ്യം തന്നെ ഒരു അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആനന്ദ റാവു. പുള്ളിയുടെ പണി എന്താണെന്ന് വെച്ചാൽ ഒരു കെട്ടിട നിർമ്മാണത്തിന് അനുമതി കൊടുക്കാൻ വേണ്ടി ഒരാളോട് ആവശ്യപ്പെട്ടത് 2.5 ലക്ഷം രൂപയാണ്. അതാണ് വാട്സപ്പ് വഴി ജനങ്ങൾ പൊക്കിയത്. രണ്ടാമത് ഒരു ലേഡി ഡോക്ടറാണ്, ഡോക്ടർ ദേവികല. ഇവർ ചെയ്തത് അതിലും വലിയ തട്ടിപ്പാണ്. ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങിയെന്ന് കാണിച്ച് ഏകദേശം 9 ലക്ഷം രൂപയുടെ വ്യാജ ബില്ലുകളാണ് ഇവർ ഉണ്ടാക്കി സമർപ്പിച്ചത്. അടുത്തത് ശിവപോർക്കുടി എന്ന് പറയുന്ന ഒരു സീനിയർ ഉദ്യോഗസ്ഥനാണ്. കോർപ്പറേഷനിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഒരു പാവത്താനിൽ നിന്നും ഇവർ തട്ടിയെടുത്തത് 6 ലക്ഷം രൂപയാണ്. ഇതിൽ ഇവരുടെ ഭർത്താവും കൂട്ടുപ്രതിയാണ് കേട്ടോ. പിന്നെ ഭാസ്കർ എന്ന് പറയുന്ന മറ്റൊരാൾ. പുള്ളിയുടെ പണി ഭീഷണിപ്പെടുത്തലാണ്. കെട്ടിടം സീൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി ഒരു ഉടമസ്ഥനിൽ നിന്ന് 50,000 രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. അവസാനമായി ദുർഗ, കണ്ണൻ എന്ന് പറയുന്ന മെക്കാനിക്കൽ വിഭാഗത്തിലെ 2 പേരാണ്. കോൺട്രാക്ടർമാരുടെ ബില്ലുകൾ പാസ്സാക്കി നൽകാൻ വേണ്ടി കൈക്കൂലി ചോദിച്ചതിനാണ് ഇവരും കുടുങ്ങിയത്. GCC കമ്മീഷണർ സമീരൻ വ്യക്തമാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഇത് വെറും ഒരു സസ്പെൻഷനിൽ ഒതുങ്ങില്ല എന്നാണ്. കുറ്റം തെളിഞ്ഞാൽ ഇവരെ സർവീസിൽ നിന്ന് എന്നേക്കുമായി പിരിച്ചുവിടും. ഇപ്പോൾ തന്നെ 4 പേർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. മുഖ്യമന്ത്രി വിജയ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഴിമതിക്കാരോട് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന്. അത് വെറും വാക്കല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ അതിവേഗ നടപടി. ഇപ്പോൾ ചീഫ് സെക്രട്ടറി N. സായ്കുമാർ ഉത്തരവിട്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലും വെബ്സൈറ്റുകളിലും ഈ വാട്സപ്പ് ഹെൽപ്പ് ലൈൻ നമ്പർ ജനങ്ങൾ കാണുന്ന രീതിയിൽ വലുതായി തന്നെ പ്രദർശിപ്പിക്കണമെന്നാണ്. ആലോചിച്ച് നോക്കുമ്പോൾ നല്ലൊരു സിസ്റ്റമല്ലേ ഇത്? ഒരു സാധാരണക്കാരന് കൈക്കൂലി കൊടുക്കേണ്ടി വരുമ്പോൾ അധികാരികൾക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി, ഉടൻ നടപടി. തമിഴ്നാട് സർക്കാരിൻ്റെ ഈ ഒരു മാസ് ആക്ഷനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതുപോലെ നമ്മുടെ നാട്ടിലും വന്നാൽ നന്നായിരിക്കില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.